കാസർഗോഡ് കുണ്ടംകുഴിയിൽ വിദ്യാർത്ഥിയോട് പ്രധാന അധ്യാപകന്റെ ക്രൂരത. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച്എമ്മിന്റെ അടിയേറ്റ 10ാം ക്ലാസ്സുകാരന്റെ കർണപടം തകർന്നു. അസംബ്ലിക്കിടെ കാൽകൊണ്ട ചരൽ നീക്കിയതാണ് എച്ച്എം അശോകിനെ പ്രകോപിപ്പിച്ചത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, കഴിഞ്ഞ ദിവസം കൂടി വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ക്രൂരത. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സ്കൂളിൽ രാവിലെ അസംബ്ലിക്കായി എത്തിയ വിദ്യാർത്ഥി അസംബ്ലിയിൽ വെച്ച് മോശമായി പെരുമാറി എന്നാരോപിച്ചാണ്, അതായത് കാലുകൊണ്ട് ചരൽ നീക്കം ചെയ്തു എന്ന് ആരോപിച്ചാണ് ഈ പ്രധാന അധ്യാപകൻ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെ മുഖത്ത് അടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. വിദ്യാർത്ഥിയുടെ സഹോദരി ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവരും ഈ സമയത്ത് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ക്ലാസ്സിലേക്ക് അയച്ചു. ഉച്ചയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അധ്യാപകർ തന്നെയാണ് ഈ കുട്ടിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ്. ചെവിക്ക് പ്രശ്നമുണ്ടെന്നും കർണപടം പൊട്ടിയതാണ് എന്നും മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൽ ഏതെങ്കിലും രീതിയിൽ PT ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നത്. പക്ഷേ അതിനുശേഷവും പ്രിൻസിപ്പൽ പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ പറയുന്നത്. ശരി, വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന് സരീഷ് പി കെ.